സുവേട്ടാ സുവേട്ടാ നിങ്ങളെ ബിഗ് ഫാനിനെ കാണിച്ചറിഞ്ഞ ബിഗ് ഫാൻ. അങ്ങനെ നമ്മൾ ഇന്ന് ഡൽഹിയിലുള്ള വേസ്റ്റ് ഓഫ് വണ്ടർ വിസിറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. വേസ്റ്റ് ഓഫ് വണ്ടർ എന്ന് വെച്ചാൽ വേസ്റ്റ് ഐറ്റംസ് കൊണ്ട് 7 വണ്ടേഴ്സ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ പോയപ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റ് വെൽക്കം ചെയ്ത ഈ ഒരു സ്റ്റാച്യു ഓഫ് ലിബർട്ടിയാണ് കേട്ടോ. മിനി വേർഷൻ ആയിട്ടുള്ള നല്ല ഭംഗിയുണ്ട് കാണാൻ, ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. അതിനുശേഷം കണ്ടിട്ടുള്ളത് ഈ ഒരു ഈഫിൽ ടവറാണ്. ഇതൊക്കെ പോയിട്ട് നമ്മൾ കാണും എന്നുള്ള കാര്യത്തിലൊന്നും എനിക്ക് വലിയ ഗ്യാരണ്ടി ഒന്നും പറയാനില്ല. പക്ഷെ ഇതിങ്ങനെ കണ്ടപ്പോഴുണ്ടല്ലോ, ഈ ലൈറ്റൊക്കെ വെച്ച് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി കേട്ടോ കാണുമ്പോൾ തന്നെ. അതിനുശേഷം നമ്മൾ കണ്ടിട്ടുള്ളത് ഈ ക്രൈസ്റ്റ് റെഡീമറാണ്, ബ്രസീലിലുള്ള ഒരു സ്റ്റാച്യു ആണിത്. അതാണ് നമ്മളിപ്പോൾ ഡൽഹിയിൽ ഇങ്ങനെ ഒരു മിനി വേർഷനായിട്ട് കാണുന്നത്. പിന്നെ ഈ ഒരു ഡൽഹിയുടെ സ്വന്തം താജ്മഹൽ, ഡൽഹിയിലെ ഇന്ത്യയുടെ സ്വന്തം താജ്മഹലാണ് നമ്മൾ കണ്ടത്. ഇത് നമുക്ക് അടുത്താണ് പോയിട്ട് കാണാൻ. എന്നാലും ഈ ഒരു വേസ്റ്റ് കൊണ്ട് ഉണ്ടാക്കിയത് കണ്ടപ്പോൾ ഭയങ്കര രസം. അതിനുശേഷം നമ്മൾ കണ്ടിട്ടുള്ളത് ഇറ്റലിയിലുള്ള കൊളോസിയമാണ്. ഇതും നല്ല ഭംഗിയൊക്കെയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ എല്ലാത്തിൻ്റെ അത്രയും ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഒരു അട്രാക്ഷൻ എനിക്ക് ഫീൽ ആയിട്ടില്ല. എന്നാലും ഇതൊക്കെ ഇങ്ങനെയെങ്കിലും കാണാൻ പറ്റിയല്ലോ എന്നുള്ളൊരു സന്തോഷമാണ്. പിന്നെ നമുക്ക് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് കുറേ ഡൈനോസേഴ്സിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ വേസ്റ്റ് കൊണ്ട്. അതിന് ഡൈനോസേഴ്സിൻ്റെ ഒരു മണവും ഉണ്ട്. ഞാനിതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല, എന്നാലും ഒരു മുഷിഞ്ഞ മണം എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇതുപോലെ ഇത് കാറിൻ്റെ ഉള്ളിലൊക്കെ കയറി ഇരിക്കാനൊക്കെ പറ്റും അവിടെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ഡേ ഔട്ട്, ഒരു ദിവസത്തെ. ഇഷ്ടമായ മറക്കാതെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കൂടുക. അത്രയേ ഉള്ളൂ. വീണ്ടും കാണാം. താങ്ക്